തൃക്കണ്ണാട് തീരത്തെ കടലേറ്റം തടയാൻ കരിങ്കല്ലുകൾ നിരത്തുന്ന പ്രവൃത്തി ആരംഭിച്ചു. 1000 കിലോ വരെ ഭാരമുള്ള കരിങ്കല്ലുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ജലസേചന വകുപ്പ് അനുവദിച്ച ₹1 കോടി രൂപയുടേതാണ് പദ്ധതി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. എല്ലാ മഴക്കാലത്തും കടലേറ്റമുണ്ടാകാറുള്ള പ്രദേശമാണ് കോട്ടിക്കുളം തൃക്കണ്ണാട് കടപ്പുറം. ഇതിന് പരിഹാരം തേടി കഴിഞ്ഞ വർഷം വരെ നാട്ടുകാർ റോഡ് ഉപരോധമടക്കമുള്ള സമരങ്ങൾ നടത്തിയിരുന്നു. തിരയേറ്റം തടയാൻ വേണ്ടി ₹1 കോടി രൂപ മുതൽ മുടക്കി കരിങ്കല്ലുകൾ നിരത്തുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. തിരയേറ്റം തടയാനായി ₹1 കോടി രൂപ മുടക്കി കരിങ്കല്ലുകൾ നിരത്തുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണൽ നീക്കം ചെയ്ത് ചാലുകൾ ഉണ്ടാക്കുന്നതാണ് ആദ്യപടി. നിലവിൽ കരിങ്കൽ ഭിത്തിയുള്ള തെക്കേ ഭാഗത്തു നിന്നും വടക്കേ ഭാഗത്തേക്കുള്ള 128 മീറ്റർ നീളത്തിലാണ് വലിയ കരിങ്കല്ലുകൾ നിരത്തുന്നത്. എന്നാൽ തൃക്കണ്ണാട്ടെ പ്രശ്നബാധിതമായ തീരത്തിൻ്റെ ദൈർഘ്യം 140 മീറ്ററാണ്. ഇത്രയും ഭാഗം മുഴുവനായും സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന സൂചന. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നും കടലിലേക്ക് ഇറങ്ങാനും മീൻപിടുത്ത തൊഴിലാളികൾക്ക് തോണികൾ കയറ്റാനും ഇറക്കാനുമായി 15 മുതൽ 20 മീറ്റർ വരെ വീതിയിൽ തീരത്ത് മണ്ണിനടിയിൽ മാത്രം കല്ലുകൾ നിരത്തും. ഇവിടെ ഭൂനിരപ്പിന് മുകളിലേക്ക് കല്ല് നിരത്തേണ്ടതില്ലെന്നും ധാരണയായിട്ടുണ്ട്. കടൽ തീരത്തിനടിയിലും മുകളിലുമായി 3.5 മീറ്റർ കല്ല് നിരത്തുന്നതിനാണ് കരാറായിരിക്കുന്നത്. 300 മുതൽ 1000 കിലോ വരെ തൂക്കമുള്ള വലിയ തരം കല്ലുകളാണ് ഇതിനായി ഉപയോഗിക്കുക. മൊത്തം 3708.88 മെട്രിക് ടൺ കരിങ്കല്ലുകൾ നിരത്താൻ 50 ലക്ഷം രൂപയാണ് അടങ്കൽ തുക. ഈ മഴക്കാലത്തിന് മുമ്പേ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ ശംഭു ബേക്കൽ പറഞ്ഞു. കോട്ടിക്കുളം പ്രദേശത്ത് എല്ലാ വർഷവും അതിഗംഭീരമായ കടൽ കയറ്റമാണ് ഉണ്ടാകാറുള്ളത്. കോട്ടിക്കുളം, മാളികവളപ്പ്, അതുപോലെ ഈ പ്രദേശങ്ങളിലൊക്കെ കടൽ കയറ്റമാണ്. കഴിഞ്ഞ വർഷം അതിഗംഭീരമായ കടൽ കയറ്റത്തിൽ ഇവിടെ സമരങ്ങൾ നടന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രൊഫസർ പോയിട്ട് ജലവകുപ്പ് 50 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ പണി ഇപ്പോൾ നടന്നു വരികയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം, ഈ ക്ഷേത്രം കോട്ടിക്കുളം ശ്രീകുറുമ്പ ക്ഷേത്രത്തിൻ്റെ കഴകത്തിൻ്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു പ്രൊഫസർ ഗവൺമെൻറ് അനുവദിച്ചത്. അതിന് ഫലമായിട്ടാണ് ഇങ്ങനൊരു കടൽഭിത്തി ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കടലേറ്റം തടയുന്നതിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഇതിനുവേണ്ടി നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്നും അന്ന് 50 കോടി രൂപ ചെലവിൽ ടെട്രാപോഡ് സംവിധാനം അനുവദിക്കുമെന്ന് അറിയിച്ചിരുന്നുവെന്നും എന്നാൽ സാമ്പത്തിക പ്രയാസം മൂലം ഇതിന് ഫണ്ട് അനുവദിക്കാനായില്ലെന്നും മുൻ പഞ്ചായത്ത് അംഗം വിനയകുമാർ പറയുന്നു. അതേസമയം തന്നെ നിരന്തര സമരത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ജലസേചന വകുപ്പ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്നും വിനയകുമാർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ കുറേ വർഷമായി ഈ കടലേറ്റത്തിൽ ഒരുപാട് ദുരന്തം അനുഭവിക്കുകയാണ് ഈ കോട്ടിക്കുളം, തൃക്കണ്ണാട്, അതുപോലെ ബേക്കൽ എല്ലാ പ്രദേശങ്ങളും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഭരണസമിതി ഉള്ളപ്പോൾ തന്നെ നമ്മൾ നിരന്തരം ഇതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും ഒരുപാട് സമരങ്ങളൊക്കെ നയിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ടെട്രാപോഡ് സംവിധാനമാണ് സർക്കാർ അനുവദിക്കാൻ തയ്യാറായത്. 50 കോടി രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്തത്. എന്നാൽ അതിനുള്ള സാമ്പത്തിക പ്രതിസന്ധി കാരണം അതിൻ്റെ ഫണ്ട് അനുവദിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മുടെ മെമ്പർ കൂടി പറഞ്ഞ പോലെ ഇത് ക്ഷേത്രത്തിൻ്റെയും ഇവിടുത്തെ നാട്ടുകാരുടെയും ഒരുപാട് സമ്മർദ്ദത്തിൻ്റെയും സമരത്തിൻ്റെയൊക്കെ പിൻബലത്തിൽ ഇപ്പോൾ ജലസേചന വകുപ്പ് ഒരു 50 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ്. അതിൽ ഈ ഒരു കല്ലിടൽ കർമ്മമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാൻ വകുപ്പ് തല ഉദ്യോഗസ്ഥർ നാട്ടുകാരുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും യോഗം വിളിച്ചിരുന്നു. യോഗത്തിൽ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ പഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ, വാർഡ് മെമ്പർ ശംഭു ബേക്കൽ, കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് VR വിദ്യാസാഗർ, സെക്രട്ടറി ഭാർഗവൻ കോട്ടിക്കുളം ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉദുമ.